ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഐഫോൺ എന്ത് ചെയ്യുക കൺട്രി മാറ്റുക എന്നുള്ളതാണ്. രണ്ട് രീതിയിലുണ്ട്. നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് മാറ്റും, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നോക്കാൻ പോകണം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ ആവശ്യം വരാതെ പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ചില ഫോണിൽ ചില ആപ്ലിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യില്ല. ചില നമ്മൾ സുഹൃത്തുക്കളുടെ ഫോണിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഫോണിൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യില്ല, അത് അപ്പോൾ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ചിലപ്പോൾ ഈ കണ്ടന്റ് വിഷയം കൊണ്ട് അങ്ങനെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മാറ്റാൻ നോക്കാം. ഓക്കെ, പറയാത്തവർക്ക് വേണ്ടിയാണ്, അറിയുന്നവരെ നീ വിട്ടേക്ക്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം, സെറ്റിങ്സിൽ പോവാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ എൻ്റെ ഇവിടെ വേർഷൻ കാണിക്കട്ടെ. എൻ്റെ ഫോണിലെ വേർഷൻ കൂടി കാണിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ വരുന്നത് 18.3.2. ഓക്കെ, 12 Pro ആണ് എൻ്റെ ഫോൺ. ഇപ്പം നേരെ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ജനറലിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും ലാംഗ്വേജ് ആൻഡ് റീജിയൻ ആണ്. ഇവിടെ എന്ത് ചെയ്യുക, പോവാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് റീജിയൻ പിന്നെ ഇന്ത്യ എന്ന് കിടക്കുന്നത്. ഞാൻ നിലവിൽ ഒമാനിലാണത്. ഓക്കെ, ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് തൽക്കാലം എന്ത് ചെയ്യുക, ഒമാൻ ആക്കാണ്. ഓക്കെ, ഒമാനാക്കി ചേഞ്ച് ടു ഇംഗ്ലീഷ് കൊടുക്കുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ സെറ്റിങ്സിൽ മാറ്റുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് സ്റ്റോറിൽ പോയി എങ്ങനെ മാറ്റാൻ നോക്കാം. നമ്മൾ ഇവിടെ മാറ്റിയാൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ നോക്കുന്ന ടൈം എന്ത് ചെയ്യുക, അവിടുന്ന് ഒരു പക്ഷേ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ മാറ്റേണ്ടി വരും. അതെങ്ങനെ നോക്കാം. നേരെ എന്ത് ആപ്പ് സ്റ്റോർ തുറക്കുക. ഈ എൻ്റെ ആപ്പ് സ്റ്റോറിൽ ഓൾറെഡി ഒമാൻ എന്നല്ല കേട്ടോ. ഒമാൻ ഓൾറെഡി ആപ്പ് സ്റ്റോറിൽ എൻ്റെ ഉള്ളത് ഒമാൻ എന്നാണ്. ഞാൻ ഓൾറെഡി ഒമാൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ആപ്പ് സ്റ്റോർ തുറക്കുക. നേരെ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടോ, അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇവിടെ വന്നു. അവിടെ നിന്ന് അക്കൗണ്ട് മുകളിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് തുറക്കുക. ജസ്റ്റ് ഇതിന്റെ ഫേസ് സ്കാൻ ചെയ്യുക. കണ്ടോ, ഇവിടെ ഉണ്ടോ കൺട്രി റീജിയൻ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഒമാൻ ആദ്യം ആക്കി വെച്ചിരിക്കുകയാണ്. നേരത്തെ സെറ്റിംഗ്സിൽ പോയി ഒമാൻ മാറ്റുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ആപ്പ് സ്റ്റോറിൽ ഓൾറെഡി ഒമാൻ ആക്കി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് കാണിക്കാണ്. ഈ റീജിയനോട് ക്ലിക്ക് ചെയ്യുക, അവിടെ ഒമാൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺട്രി സെലക്ട് ചെയ്യാൻ വരും. ജസ്റ്റ് ഞാൻ ഇന്ത്യ എന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒമാൻ തന്നെയാണ് വേണ്ടത്. എനിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ സെൻഡ് മെയിൽ എന്ന ഓപ്ഷൻ കാണിക്കാൻ പറ്റും. ഓക്കെ, അന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യാം, നമ്മൾ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്യാം മുകളിൽ. ഓക്കെ, കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ അടിക്കും. കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ അടിക്കും, കുറെ ഇത് കാര്യങ്ങളൊക്കെ അടിക്കും. പക്ഷെ എത്ര ആയാലും എന്ത് ചെയ്യില്ല, കൊണ്ട് പോകില്ല. അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടോ മുകളിൽ UPI നെറ്റ് ബാങ്കിങ് എന്നുള്ള അതിങ്ങനെ വന്നോണ്ടാണ്. ചില ആൾക്കാർ അത് ശ്രദ്ധിക്കില്ല. നേരെ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രേറ്റും നമ്മളെ എന്താ പറയാ പോസ്റ്റ് കോഡൊക്കെ അടിച്ചെടുക്കും. എത്ര ആയാലും ഇവിടെ റെഡ് ഇങ്ങനെ ചെന്ന് കിടക്കും. അത് മെയിൻ കാരണം പറഞ്ഞാൽ ആ മുകളിലുള്ള രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ്. UPI നെറ്റ് ബാങ്കിങ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, താഴത്തുള്ള എണ്ണാക്കി എടുക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഏതിപ്പോ ഞാൻ ഇന്ത്യ ഒക്കെ നമ്മള് സ്ട്രീറ്റ് ഒക്കെ ചെയ്യും. ഇപ്പോൾ കേരള കൊച്ചി എവിടെ നമ്മൾ ഇതൊക്കെ സ്ട്രീറ്റ് അതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതേപോലെ പോസ്റ്റ് കോഡ്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ അടുത്താണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഏത് പ്ലേസിലാണ് നിൽക്കണം, അവിടെ പോസ്റ്റ് കോഡ് ഒക്കെ എന്ത് ചെയ്യുക, അത് സൈൻ ചെയ്യുക. ഞാൻ അത് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഒമാൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കാം. മുകളിലത്തെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. UPI നെറ്റ് ബാങ്കിങ് അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നന്നുള്ളടത്ത് ടിക്ക് ചെയ്യുക. നമ്മൾ സ്ട്രേറ്റ് നമ്മൾ പോസ്റ്റ് കോഡ് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഡെന്ന് അടിച്ചെടുത്താൽ ഈ പരിപാടി തീരും. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇപ്പം ചെറിയൊരു പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ചെറിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ഓക്കെ, പറഞ്ഞവർ വിട്ടേക്ക്, അറിയാത്തവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ.